നെക്സ്റ്റ് ടോപ്പിക് ഈസ് കോമ്പിനേറ്റോറിക്സ്. അതിൽ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് റെക്കറൻസ് റിലേഷനാണ്. റെക്കറൻസ് റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവോ? എന്താ റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? ആൻ ഇക്വേഷൻ ദാറ്റ് എക്സ്പ്രസസ് an, ദി ജനറൽ ടേം ഓഫ് ദി സീക്വൻസ് an. സീക്വൻസ് an അതിൻ്റെ ജനറൽ ടേമാണ് an എന്ന് പറയുന്നത്. ആൻ ഇക്വേഷൻ ദാറ്റ് എക്സ്പ്രസസ് an in terms of one or more of the previous terms of the sequence, namely a0, a1, a2, a3, etc. an minus 1 for all integers n, for all integers n with n greater than or equal to n0, with n is greater than or equal to n0, where n0 is a non-negative integer is called a recurrence relation for sequence an or a difference equation. Recurrence relation മറ്റൊരു പേരും പറയും, ഡിഫറൻസ് ഇക്വേഷൻ എന്നും പറയും. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു സീക്വൻസ് എൻ്റെ ജനറൽ ടേമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഒരു ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ an എന്ന് പറയുന്ന ജനറൽ ടേമിൻ്റെ പ്രീവിയസ് ടേംസ്, ആ പ്രീവിയസ് ടേംസ് കൊണ്ട് ജനറൽ ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനെയാണ് എന്തെന്ന് പറയുന്നത്? റെക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷനെ അതിൻ്റെ തന്നെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിൻ്റെ nth ടേമിനെ, ആ nth ടേമിനെ അതിൻ്റെ പ്രീവിയസ് ടേംസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനെയാണ് റെക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, കൺസിഡർ ദി സീക്വൻസ് 4, 12, 36, 108, etc. ഇപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്. ഇതിനെ സീക്വൻസ് an എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സീക്വൻസ് an, ദിസ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സീക്വൻസ്. ദെൻ നമുക്കെങ്ങനെ ഇതിൻ്റെ ടേംസ് റെപ്രസെൻറ്റ് ചെയ്യാം? ടേംസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എങ്ങനെയാണ് ഇതിൽ ടേംസ് കിട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് വാല്യൂ ഈസ് 4, സെക്കൻഡ് വാല്യൂ ഈസ് 12. 4ൽ നിന്ന് 12 എങ്ങനെ കിട്ടി? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ടൈം എങ്ങനെ കിട്ടി? 12നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 36, 36നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 108, etc. അങ്ങനെയാണ് ഇവിടുത്തെ വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. സോ ദി ജനറൽ ടേം ദറ്റ് ഈസ് an or an+1, an+1 ഈസ് ഈക്വൽ ടു 3 × an, where n is greater than or equal to 0, n-ൻ്റെ വാല്യൂ greater than or equal to 0 ആണ്. വിത്ത് a0യുടെ വാല്യൂ 4 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന a0 ഈസ് ഈക്വൽ ടു 4 ഇനിഷ്യൽ വാല്യൂ, ഇതിനെയാണ് ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്, a0യുടെ വാല്യൂ 4 ആണ്. അടുത്തത് n-ന് 1 കൊടുക്കുമ്പോൾ, ഇവിടെ n-ന് 0 കൊടുത്താൽ എന്ത് കിട്ടും? when n equal to 0, a1 കിട്ടും. a1 is equal to 3 × a0, that is equal to 3 × a0 is 4 is equal to 12. then n-ന് 1 കൊടുക്കുമ്പോഴോ, that is 1 + 1, that is a2 is equal to 3 × a1, that is equal to 3 × a1 is 12, that is equal to 36 and so on. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജനറൽ ടേമിനെ പ്രീവിയസ് ടേംസിൻ്റെ ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പ്രീവിയസ് ടേംസ് കൊണ്ട് ജനറൽ ടേമിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഇക്വേഷനെയാണെന്ന് പറയുന്നത് റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അത് ഒരു സീക്വൻസിൻ്റെ, ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസിൻ്റെ ജനറൽ ടേമിൻ്റെ എക്സ്പ്രഷനാണ് റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ചില കേസുകളിൽ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിബൊനാച്ചി സീക്വൻസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഈസ് 0, 1, 1, 2, 3, 5, 8, 13, etc. അപ്പോൾ എങ്ങനെയാണ് ഈ സീക്വൻസ് കിട്ടുന്നത്?
ഇതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്ന 0 ആണ്. ദറ്റ് ഈസ് f0 ഈസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് f1 ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്ന് പറയുന്നത് f1 നമ്മൾ f0 f1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അടുത്ത ടേം കിട്ടുന്നത് പ്രീവിയസ് ടേംസ് 2 എണ്ണം വീതം ആഡ് ചെയ്താണ് ഇതിൽ വാല്യൂസ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് the general term is represented by fn plus 1. fn plus 1 is equal to n plus 2 is equal to fn plus 2 is equal to fn plus 1 plus fn, where n is greater than or equal to 0 with the initial condition f0 is equal to 0 and f1 is equal to 1. അപ്പോൾ ആദ്യത്തെ വാല്യൂ 0, രണ്ടാമത്തെ വാല്യൂ 1. 0 plus 1 is 1. Then 1 plus 1 is 2. 1 plus 2 is 3. 2 plus 3 is 5. അങ്ങനെ പ്രീവിയസ് ടേംസ് 2 എണ്ണം വീതം ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടേംസ് കിട്ടുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ fn plus 2 എന്ന് തന്നെ എഴുതണമെന്നില്ല. നമുക്ക് fnൻ്റെ ഫോർമുല എഴുതാം. fnൻ്റെ ഫോർമുല ആകുമ്പോൾ എങ്ങനെ എഴുതും? fn ഈസ് ഈക്വൽ ടു then fn minus 2 പ്ലസ് fn minus 1 എന്ന് കിട്ടും. അതിൽ എന്നിൻ്റെ വാല്യൂസ് ഏത് തൊട്ട് കൊടുക്കണമെന്ന് മാത്രം. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും. വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ f0 ഈസ് ഈക്വൽ ടു 0 ആൻഡ് f1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്നിൻ്റെ വാല്യൂ 2, ആദ്യത്തെ വാല്യൂ 2 ആണ്. സോ f2 ആണ് ആദ്യം കിട്ടുന്നത്. f2 ഈസ് ഈക്വൽ ടു f0 n minus 2 ദറ്റ് ഈസ് 2 minus 2 f0 പ്ലസ് f2 minus 1 ദറ്റ് ഈസ് f1. കണ്ടോ? അപ്പോൾ നമുക്ക് ജനറൽ ടേം എഴുതുന്നത് fn plus 2 എന്ന് തന്നെ എഴുതണമെന്നില്ല. fnൻ്റെ ഫോർമുല നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇത് ഏത് ഫോർമുല ആയാലും ഈ രണ്ട് ഫോർമുല വെച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂസ്, ഇനിഷ്യൽ കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഫിബൊനാച്ചി സീക്വൻസിലെ വാല്യൂസ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ രണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നതും ഇത് രണ്ടെണ്ണം മാത്രമല്ല, നമുക്ക് ഏതൊരു സീക്വൻസ് എടുത്താലും നിങ്ങൾക്കറിയാം, എന്താണ്ട് ഇതുപോലെ ഏതൊരു സീക്വൻസ് നമ്മൾ എടുത്താലും അവിടെ എന്ത് ടേമിനെ ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ആ ഇക്വേഷനെയാണ് എന്തെന്ന് പറയുന്നത് റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. then അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് പേജ് 3-ലാണ്. അതിൽ ഓർഡറും ഡിഗ്രിയും ഞാൻ നോട്ട്ബുക്കിനകത്ത് 2 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. 2 ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ട് തന്നിരിക്കുന്നത്. ആ നോട്ടിൽ ഡിഗ്രി അങ്ങ് കട്ട് ചെയ്തേക്കുക. ഇതിൽ ഓർഡറും ഡിഗ്രിയും നമുക്ക് ഓർഡർ എന്ന് പറയുന്നതും ഡിഗ്രി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദി റെക്കറൻസ് റിലേഷൻ ഈസ് ഡിഫൈൻഡ് ടു ബി ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ്സ് ഓഫ് എഫ് എഫ് എക്സ് ഓർ എ ആർ ഓർ വൈ ഇപ്പോൾ നമ്മുടെ ഡിഫറൻസ് ഇക്വേഷൻ ഏതാണോ അല്ലെങ്കിൽ റെക്കറൻസ് റിലേഷൻ ഏത് വേരിയബിൾ വെച്ചാണോ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹയസ്റ്റും ലോവസ്റ്റും സബ്സ്ക്രിപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ഓർഡർ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഗ്രി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല. സെപ്പറേറ്റ് ചെയ്തത് നിങ്ങളങ്ങ് ക്യാൻസൽ ചെയ്തേക്കുക. ഓർഡർ ഓർ ഡിഗ്രിയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദി ഇക്വേഷൻ 13AR പ്ലസ് 20AR മൈനസ് 1. അപ്പോൾ ഇതൊരു ഡിഫറൻസ് ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ പറഞ്ഞത് ഓർഡർ ഓർ ഡിഗ്രിയാണ്. ദറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ്സ്. ഹയസ്റ്റും ലോവസ്റ്റുമായിട്ടുള്ള സബ്സ്ക്രിപ്റ്റുകളുടെ ഡിഫറൻസിനെയാണ് ഓർഡർ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് 13AR പ്ലസ് 20AR minus 1 is equal to 0. That is the difference equation. What is the order or degree here? Here the highest subscript is R and the lowest subscript is R minus 1. So the difference is R minus 1. That is equal to R minus R plus 1. We can cut R is equal to 1. So order or degree is 1. And the second equation is 8f of x plus 4 into f of x plus 1 plus 8 into f of x plus 2 is equal to k of x.
അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്റ്റുകളല്ല, എഫ് ഓഫ് എക്സ് ഫോമിലാണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സിലെ ഹയസ്റ്റ് വാല്യൂ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടു, ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ആണ്, ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്, അതിൻ്റെ ഡിഫറൻസ്. സോ എക്സ് പ്ലസ് ടു മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ക്യാൻ കട്ട് എക്സ് ഹിയർ, ഈക്വൽ ടു 2. സോ ഓർഡർ ഈസ് 2, ഓർഡർ ഓർ ഡിഗ്രി ഈസ് 2. അപ്പോൾ ഓർഡർ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ 2 ആണെന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ റെക്കറൻസ് റിലേഷനിൽ ഓർഡർ എന്ന് പറയുന്നത് തന്നെയാണ് ഡിഗ്രി ആയിട്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ചെയ്തത് എഴുതിയത് നിങ്ങളങ്ങ് ക്യാൻസൽ ചെയ്തേക്കുക. then അടുത്തതെന്ന് പറയുന്നത് അടുത്ത നെക്സ്റ്റ് വീഡിയോയിലിടാം.